എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ധനാകർഷണ മന്ത്രമാണ്. ധനാകർഷണം ആർക്കും ചെയ്യാവുന്ന, സ്ത്രീ പുരുഷന്മാർ ഭേദമില്ലാതെ ആർക്കും ചെയ്യാവുന്ന ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടൊരു ഗുണമില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു മന്ത്രം. വിശ്വാസത്തോടുകൂടി ചെയ്യുക, അപ്പോൾ അതിന് ഫലങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടിയൊരു ഉപകാരം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്തിട്ട് ഫലം കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയൊരു ഉപകാരം അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളും അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മളൊരു മനുഷ്യത്വം ഇത് കാണിക്കണം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ലൈവിൽ ജ്യോതിഷം നോക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് നോക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ ജനനത്തീയതി, ജനനസമയം, പേര്, നക്ഷത്രം, ജനനസ്ഥലം കൂടി അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടൊക്കെ ജ്യോതിഷം നോക്കി ജാതകമൊക്കെ നോക്കി പറഞ്ഞു തരുന്നതാണ്. യാതൊരുവിധ ഹൈഡൻ ഫീസുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വടക്കും ഭാഗത്ത് കരുന്നില്ലി മഠത്തിൽ ഇപ്പം നമുക്ക് പൂജകളൊക്കെ ചെയ്യാനായിട്ട് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒക്കെ പറയും, നമ്മുടെ സ്ഥലം വിറ്റ് പോകാനായിട്ടൊക്കെ. അങ്ങനെയുള്ളവർ നിങ്ങൾ പൈസ ഒന്നും അങ്ങനെ 1 ലക്ഷം പറഞ്ഞ പൂജകളൊന്നും ചെയ്യാതെ ഇതൊന്ന് പരീക്ഷ വടക്കും ഭാഗത്ത് കരുന്നില്ലി മഠത്തിലെ അമ്മയ്ക്ക് സ്ഥലം മേടിക്കാനായിട്ട് പോവാം. അപ്പോൾ നിങ്ങളാ കഴിയുന്ന പൈസകൾ ഇടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് നേരിട്ട് വിവാഹബന്ധം നടക്കുന്നില്ല, അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നം, ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, വീട് മേടിക്കാനായിട്ട് സാധിക്കുന്നില്ല, വാടക കിടക്കുന്നു, രോഗങ്ങൾ കൊണ്ട് വലയുന്നു. അപ്പോൾ എന്ത് കാരണമാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച്, അമ്മയോട് പ്രാർത്ഥിച്ച്, ഭദ്രകാളി അമ്മയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് അത് ഇടുക. എന്നിട്ട് ഈ നമ്പർ, താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എനിക്ക് ഇന്ന കാരണമാണ് നടക്കേണ്ട ശാന്തി തിരുമേനി, അപ്പോൾ അതൊന്ന് മാറ്റി ഒന്ന് ഭഗവതി ഒന്ന് പറയണമെന്നും പറഞ്ഞിട്ട് അയക്കുക. എന്നെ കാരണം തന്നെയാണ് പറഞ്ഞയക്കുക. അപ്പം നമ്മുടെ അത്രയും വലിയ പൂജകളൊന്നും ചെയ്യാതെ നമുക്ക് ചെറിയ ചെറിയ പൂജകളൊക്കെ നമ്മൾ പറയണത് 100 രൂപയോ 101 രൂപയോ അല്ലെങ്കിൽ 300 രൂപയോ 400 രൂപയോ 1000 രൂപയോ ഇനിയിപ്പോൾ 2000 രൂപയോ 3000 രൂപയോ 10,000 രൂപയോ 20,000 രൂപയോ 1 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് അയക്കും, യാതൊരുവിധ പ്രശ്നമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1 രൂപ ഇടാനുള്ള അത് മതി, നിങ്ങൾ എന്നിട്ട് വാട്സാപ്പിൽ അയക്കും നക്ഷത്രമൊക്കെ അനുഭവിച്ചറിയും. നമുക്കിവിടെ അങ്ങനെ കുറേ അനുഭവങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട്, നമുക്ക് ലൈവ് ഇങ്ങനെ ഇതിലത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. കുറേ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയണത്. ഒരുപാട് ഇതുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ധനാകർഷണ മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കിഴക്കോട്ട് ഇരുന്ന് ജപിക്കണം. ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ പഞ്ചാക്ഷരി മന്ത്രം 108 ജപിക്കണം, എടുക്കണം. അപ്പോൾ നമഃ ശിവായ എന്ന് പറയുന്ന മന്ത്രം എടുക്കാം. അതുപോലെ തന്നെ 41 ദിവസമാണ് ജപിക്കേണ്ടത്, രാവിലെയാണ് ജപിക്കേണ്ടത്. ഈ പറയുന്ന മന്ത്രം 11 തവണയാണ് ഒരു ദിവസം ചെയ്യേണ്ടത്. അപ്പോൾ 108 നമഃശിവായ ജപിച്ചതിന് ശേഷം 11 വീതം ഇത് ജപിക്കുക. അപ്പോൾ നമ്മളൊരു വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം ഒരു നിലവിളക്ക് കത്തിച്ച് വെക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം തളിക്കുക വിളക്കിൻ്റെ ചുവട്ടിൽ. കുറച്ച് അരി, നമുക്ക് പച്ചരിയോ എന്തെങ്കിലും ഉണക്കലരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലുള്ളത്, ഇപ്പോൾ റേഷൻ അരിയാണെങ്കിൽ പച്ചരി ഉള്ളതെന്ന് വെച്ചാൽ അതൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കഴുകൊന്ന് ഉണക്കി എടുത്താൽ മതി. അതും എടുക്കുക. അപ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട് കേൾക്കുക. അതായത് 108 പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചതിന് ശേഷം നമ്മൾ വിളക്ക് കത്തിച്ച് കിഴക്കോട്ട് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക. എന്നിട്ട് വിളക്ക് കത്തിച്ച് നമ്മുടെ ഫ്രണ്ടിൽ വെക്കുക. എന്നിട്ട് നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഓം നമഃശിവായ 108 പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഈ പറയുന്ന മന്ത്രം 11 വീതം ജപിക്കണം. അതായത് 41 ദിവസമാണ് ജപിക്കേണ്ടത്. നമുക്ക് ഒരു 7, നമ്മുടെ ദോഷത്തിനനുസരിച്ച് 7, 11, 21, 41 ദിവസത്തിനുള്ളിൽ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവും. ചിലവർക്ക് 3 ദിവസം കൊണ്ട് കിട്ടാറുണ്ട്, ഇത്ര വലിയ ദോഷങ്ങളൊക്കെ ഇല്ലെങ്കിലും. അപ്പോൾ ഇതാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ലാത്തവർക്ക് ഇതിങ്ങനെ ചെയ്ത് നോക്കുക, ധനാകർഷണം ഉണ്ടാവാനായിട്ട്, ധനത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറാനായിട്ട്. അപ്പം 11 തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. മന്ത്രം ജപിക്കുമ്പോൾ അരി എടുക്കുക. അരി നമ്മളൊരു പാത്രത്തിലുണ്ടാവും. അപ്പോൾ അരി എടുക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ചിട്ട് ആ മന്ത്രം തീരാൻ നേരത്ത് അങ്ങനെ 11 പ്രാവശ്യം ചെയ്യാം. ഇതാണ് മന്ത്രം. ഓം സരസ്വതി ഈശ്വരി ഭഗവതി മാധ ക്രാം ക്രീം ക്രോം മമ ധൻ ദേഹി ഫട്ട് സ്വാഹം. എന്നൂടി പറയാം.
ഓം സരസ്വതി ഈശ്വരി ഭഗവതി മാത ക്രാം ക്രീം ക്രോം മമ ധൻ ദേഹി ഫട്ട് സ്വാഹ. ഒന്നുകൂടി പറയാം. ഓം സരസ്വതി ഈശ്വരി ഭഗവതി മാത ക്രാം ക്രീം ക്രോം മമ ധൻ ദേഹി ഫട്ട് സ്വാഹ. ഈ മന്ത്രം 11 പ്രാവശ്യം 41 ദിവസം ജപിക്കുക. അതിനു മുമ്പ് നമഃശിവായ ജപിക്കുക. നമ്മൾ ഈ മന്ത്രം ചൊല്ലിയിടുമ്പോൾ ഓരോ അരിയും കുറച്ച് അരി വീതം വിളക്കിൻ്റെ ഉള്ളിലോട്ട് പതിക്കണം. ലാസ്റ്റ് തൊട്ട് എണീറ്റ് പോരുക. അതിൽ തന്നെ വിളക്കിൽ വെള്ളം തെളിക്കണം കേട്ടോ. നമ്മൾ ഇരുന്നതിന് ശേഷം നമഃശിവായ ജപിക്കുന്നതിന് വിളക്കിൽ ഇച്ചിരി വെള്ളം തെളിക്കുക. ജപിച്ചിട്ട് ഒരു വരിക കാലത്ത് നേരം കുളിച്ചതിന് ശേഷം ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന, സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ളതാണ് മന്ത്രം. ഇനിയിപ്പോൾ അപ്പോഴത്തെ സംശയം വരാം, തിരുമേനി അപ്പോൾ എനിക്ക് മാസത്തിൽ ഇങ്ങനെ ഡേറ്റും അല്ലെങ്കിൽ ഇങ്ങനെ അസുഖം ഇതാവണതാണ്, ഇപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറയണം, നമുക്കിപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ട് ഡേറ്റ് ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വരുന്ന ദിവസം നമ്മൾ ആ 7 ദിവസം കഴിഞ്ഞ്, ഇപ്പോൾ നമുക്ക് ഡേറ്റ് കഴിഞ്ഞപ്പോൾ 7 ദിവസം കഴിഞ്ഞു, ഇനി 8 എന്നുള്ള കണക്കിൽ കൂട്ടുക. ഈ 7 ദിവസം പോട്ടെ, നമ്മുടെ ശുദ്ധീകരണ ദിവസം കൂട്ടണ്ട, അത് കഴിഞ്ഞ് പിന്നെ അത് 8ാമത്തെ ദിവസമായിട്ട് കൂട്ടുക കഴിഞ്ഞ് വരുമ്പോൾ. അങ്ങനെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയും നമുക്ക് കിട്ടിയ ഉപകാരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്താൽ വടക്കുംഭാഗത്ത് കരുനീല ഭഗവതിയുടെ അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയുടെ സ്ഥലം മേടിക്കാൻ ഇരുത്തുന്നതിൻ്റെ സ്ഥലം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട് വെക്കാനായിട്ട് സാധിക്കുന്നില്ല, സ്ഥലം കിട്ടില്ല, മേടിക്കാൻ പറ്റുന്നില്ല, രോഗങ്ങൾ, ദുരിതങ്ങൾ, ആപത്തുകളൊക്കെ ഉള്ളവർക്ക്, വിവാഹം നടക്കുന്നില്ല, ഇതൊക്കെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ ഭഗവതിക്ക് കൊടുത്തതിന് ശേഷം വാട്സാപ്പിൽ ബന്ധപ്പെടുക. പിന്നെ ആ നമ്പർ തന്നെയാണ്, സെയിം നമ്പർ തന്നെയാണ് വാട്സാപ്പും ഗൂഗിൾ പേ നമ്പറൊക്കെ. അതിനകത്ത് ഇട്ടതിന് ശേഷം എനിക്ക് അയച്ചു തരിക. പെരുന്നാളും അയച്ച് ഇന്ന കാരണമാണ് തിരുമേനി എന്ന് പറയാം. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഭഗവതിയുടെ അടുത്ത് അർച്ചന നടത്തുമ്പോൾ പറയുന്നതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഭഗവതിനെ നിർത്തുന്നു. നന്ദി, നമസ്തേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.